Good afternoon, all. Good afternoon, miss. നോക്കിയോ എല്ലാവരും? നോക്കിയോ എല്ലാവരും? നോക്കിയോ? സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കുറച്ചുപേര് ജോയിൻ ചെയ്യുന്നുണ്ട്. മിസ്സൊക്കെ തന്നെ തുടങ്ങാം കേട്ടോ. വായിച്ചു നോക്കിയപ്പോഴത്തേനൊന്ന് ഒബ്ജക്റ്റീവ്സ് വരെയാണല്ലേ മിസ് എടുത്തത് അല്ലേ? ഒബ്ജക്റ്റീവ്സ് 4 വരെയും പറഞ്ഞു അല്ലേ? ഫിഫ്ത് മുതലല്ലേ മിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതിനെ? ഓക്കെ, തുടങ്ങാം. ഒബ്ജക്റ്റീവ്സിൽ ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? മോസ്റ്റ് ടാലന്റഡ് ജോബ് സീക്കേഴ്സ് അല്ലെ? നമുക്ക് എന്താണ് ടാലന്റഡ് ആയിട്ടുള്ള അല്ലെ ജോബ് സീക്കേഴ്സിനെ ആ ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നു അല്ലെ? ആകർഷിക്കാനായി സാധിക്കുന്നു. രണ്ടാമത്തത് എന്താണ്? നമ്മുടെ എംപ്ലോയീസിന്റെ അല്ലെ, നമ്മുടെ ആ ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ എന്താണ് കൂടുതലായിട്ട് മോട്ടിവേഷൻ കൊടുക്കാനായി സാധിക്കുന്നു അല്ലെ? അവർക്ക് സിൻസിയർ ആയിട്ട് അല്ലെ, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ഇതെന്താണ്? നോൺ ടാക്സേഷൻ ബെനിഫിറ്റ്സ് ആണ് അല്ലെ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? മാനേജ്മെന്റും ആ ഒരു ലേബേഴ്സും, അതായത് നമ്മുടെ എംപ്ലോയീസും തമ്മിലുള്ള ഒരു റിലേഷൻ, അവർ തമ്മിലുള്ള ഒരു ബന്ധം ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെ? നെക്സ്റ്റ് പറയുന്നത് ടു പ്രൊമോട്ട് കമ്പാനിയൻഷിപ്പ് എമംഗ് എംപ്ലോയീസ് അല്ലെ? എന്താണ് കമ്പാനിയൻഷിപ്പ്? നമ്മുടെ എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു ഇന്റിമസി പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ എംപ്ലോയി ബെനിഫിറ്റ്സ് കൊണ്ട് സാധിക്കുന്നു. അപ്പൊ അതിൽ നോക്കിയേ, fringe benefits are granted to all the employees without being linked to work performance. They promote companionship among employees. അല്ലെ? എന്താണ്? നമ്മ ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നമ്മൊരു ബെനിഫിറ്റ്സ്, എംപ്ലോയീസിന് ബെനിഫിറ്റ്സ് കൊടുക്കുമ്പോൾ അവര് പെർഫോമൻസ് നോക്കുന്നുണ്ടോ? നമ്മ അവരുടെ പ്രകടനം എങ്ങനെയാണ് നോക്കുന്നുണ്ടോ? അവരുടെ ലെവൽ ഓഫ് ജോബ് നോക്കുന്നുണ്ടോ? നമ്മ അവർ ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നതെന്ന് നോക്കുന്നുണ്ടോ? എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അല്ലെ? കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും കൊടുക്കുന്നില്ലേ നമ്മ ബെനിഫിറ്റ്സ്? നമ്മ ഒരാൾക്ക് മാത്രം അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന 2, 3 അല്ലെങ്കിൽ 4 പേർക്ക് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഇടയിൽ ഒരു ഈഗോ ക്രാഷ് വരും അല്ലെ?
അല്ലേ? ഒരു ഈഗോ വരില്ലേ? മത്സര ബുദ്ധി വരും അല്ലെ? അതല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഒരു മത്സര ബുദ്ധി വരും. പക്ഷെ നമ്മൾ ഇത് എന്താണ്, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും അവരുടെ പെർഫോമൻസ് നോക്കാതെ നമ്മൾ എംപ്ലോയീസ് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് നൽകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു ഇന്റിമസി അല്ലെ, ഒരു സഹവാസം രൂപപ്പെടാൻ കാരണമാകുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് എന്താണ്, അതല്ല നമ്മ തന്നെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. നമ്മ ഒരു 6 പേര് 7 പേര് വർക്ക് ചെയ്യാണ്. അതിലെ 3 പേർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടി, നമ്മളും കിട്ടിയില്ല. പക്ഷെ നമ്മ വർക്ക് ചെയ്യുന്നത് ഒരു പൊസിഷനിലാണ്, ഒരേപോലെ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ ആ 3 പേർക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമോ മാനസികമായിട്ട്? അവരെടുക്ക സത്യസന്ധമായ മറുപടി പറയണം കേട്ടോ, ഉണ്ടാവില്ലേ? പക്ഷെ നമ്മ ഇത് എംപ്ലോയി ബെനിഫിറ്റ്സ് നമ്മ എല്ലാവർക്കും ഒരു കമ്പനിയിലെ ഏതൊരു എംപ്ലോയീസിന്റെ പ്രകടനം നോക്കാതെ എല്ലാവർക്കും നൽകുന്നത് കൊണ്ട് തന്നെ എന്താണ്, ആ ഒരു കമ്പനിയിലെ എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു ഇന്റിമസി രൂപപ്പെടാനായി സാധിക്കുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ടു ആക്ട് ആസ് അഷ്വറൻസ് ഓഫ് കൺസേൺ അല്ലേ? എന്താണ് ഈ ഒരു എംപ്ലോയി ബെനിഫിറ്റ്സ് നമ്മ സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ എംപ്ലോയീസിന് കൊടുക്കുന്ന എക്സ്ട്രാ ബെനിഫിറ്റ്സ് ആണ് അല്ലെ? എക്സ്ട്രാ ബെനിഫിറ്റ്സ് അല്ലേ? അവർക്ക് എക്കണോമിക്കലി ആയിട്ടും അല്ലെ, സാമ്പത്തികപരമായിട്ടും കൊടുക്കുന്ന, മോണിറ്ററി ആയിട്ടും കൊടുക്കുന്ന എക്സ്ട്രാ ബെനിഫിറ്റ്സ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പനിക്ക്, അത് ഏത് കമ്പനിയാണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷൻ ആണോ കൊടുക്കുന്നത്, അവർക്ക് എന്താണ്, തൊഴിലാളികളുടെ ആശങ്കകൾ അല്ലെ, കൺസേണുകൾക്ക് ഉറപ്പ് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ശരിക്കും നമ്മുടെ ലൈഫിൽ നമ്മുടെ കൺസേണുകൾ എന്താ, ആശങ്കകൾ എന്തായിരിക്കും? സൊസൈറ്റിയില് ജോബ് കിട്ടുമോ ഇല്ലയോ എന്നൊരു കൺസേൺ ആണ്. കിട്ടിക്കഴിഞ്ഞാല് നല്ല സാലറി കിട്ടോ ഇല്ലേ? സാലറി കിട്ടോ ഇല്ലേ? പിന്നെ നമുക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ എല്ലാവരും, ഇപ്പൊ നമ്മുടെ മക്കളാണെങ്കിലും ശരി, ജീവിക്കണമെങ്കിൽ അവർ കുറച്ച് സാധനങ്ങളിൽ മാത്രം സാറ്റിസ്ഫൈഡ് ആകുന്നവരാണോ? ആണോ? അല്ല അല്ലേ? അവർക്ക് എല്ലാ സാധനങ്ങളും വേണം അല്ലേ? നമ്മൾ എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ നെക്സ്റ്റ് പറയുന്നത് എന്താ, അതിലും ടോപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനമായിരിക്കും അല്ലേ? അല്ലേ? അതേപോലെ എന്താണ്, നമുക്കും ജീവിക്കാനായിട്ട് അല്ലെ, നമ്മുടെ ഇനി മുന്നോട്ടുള്ള ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് ഒരുപാട് ആശങ്കകളുണ്ട് അല്ലെ? പൈസനെ കുറിച്ചായാലും അല്ലേ? അപ്പൊ എന്താണ്, നമുക്ക് ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷൻ നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റ്സുകൾ തരികയാണ്. എന്താണ്, DA തരുന്നുണ്ട്, അതല്ലെങ്കിൽ ട്രാവൽ അലവൻസ് തരുന്നുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് കാറ് തരുന്നുണ്ട്, അല്ലെങ്കിൽ അക്കോമഡേഷൻ തരുന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ കൺസേണുകൾ, ആശങ്കകൾക്ക് അവർ ഒരു ഉറപ്പ് തരികയല്ലേ ചെയ്യുന്നത്? സപ്പോർട്ട് ചെയ്യാണ് അല്ലെ? എംപ്ലോയീസിന് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് അല്ലെ ചെയ്യുന്നത്. അപ്പൊ ഇതിലെ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് എന്താണ്? ടു ആക്ട് ആസ് അഷ്വറൻസ് ഓഫ് കൺസേൺ. എന്താണ്, എംപ്ലോയീസിന്റെ ആശങ്കകൾക്ക് ഉറപ്പ് നൽകുന്നതായിട്ട് അവർക്ക് ഒരു ആശങ്കകൾക്ക് ഒരു സപ്പോർട്ട് നൽകുന്നു അല്ലെ? ആശങ്കകൾ കുറയ്ക്കുന്നതിന് വേണ്ടി അവർക്കൊരു എക്സ്ട്രാ കൈത്താങ്ങ് നൽകുന്നു. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് assure employees that the management is bothered about their needs and difficulties അല്ലെ? എന്താണ്, ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് അവർക്ക് നൽകുന്നത് കൊണ്ട് എന്താ, എംപ്ലോയീസ് മനസ്സിലാക്കുകയാണ് അല്ലെ, എന്താണ്, അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും അവരുടെ ആവശ്യകതകളെ കുറിച്ചും ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു മാനേജ്മെന്റ് ബോധേഡ് ആണ് എന്ന് എംപ്ലോയീസിന് സ്വയം തന്നെ തോന്നല്ലേ? ആണോ? ആണ് അല്ലേ? അപ്പൊ അതാണ് പറയുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്താണ്, കൺസേൺ, നമ്മുടെ എംപ്ലോയീസിന്റെ ആശങ്കകൾക്ക് ഈ ഒരു എക്സ്ട്രാ ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകൾ അല്ലെങ്കിൽ എംപ്ലോയി ബെനിഫിറ്റ്സ് നൽകുന്നതിലൂടെ അവരുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്പനി അവർക്കൊരു കൈത്താങ്ങ് നൽകുകയാണ് അല്ലെ? നെക്സ്റ്റ് പറയുന്നത് ടു റെഡ്യൂസ് HR കോസ്റ്റ് അല്ലെ? നോക്കിയേ, എങ്ങനെയായിരിക്കും HR കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും? ശരിക്കും പറഞ്ഞാൽ HR കോസ്റ്റ് നമ്മ എംപ്ലോയീസിന് ബെനിഫിറ്റ്സ് നൽകുമ്പോൾ നമ്മുടെ കമ്പനിയുടെ കോസ്റ്റ് വർദ്ധിക്കുകയല്ലേ ചെയ്യുന്നത്?
ചെലവ് കൂടുതൽ ചെയ്യുന്നത് അല്ലേ? പക്ഷെ ഇതില് പറയുന്നത് എന്താ? ടു റെഡ്യൂസ് HR കോസ്റ്റ്. എന്തുകൊണ്ടായിരിക്കും അത് പറയുന്നേ? നമ്മൊരു സാധനങ്ങള് ഒറ്റക്ക് HR കോസ്റ്റ് കൂടുതലാണ്, പക്ഷെ ഇതിൽ പറയുന്നത് നമ്മൊരു സാധനം ഒന്നിച്ച് വാങ്ങുന്നതും അത് ബൾക്കായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ടോ? ഉണ്ട് അല്ലേ? ബൾക്കായിട്ട് നമ്മൾ എന്തെങ്കിലും പർച്ചേസ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും അല്ലെ? കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും അല്ലെ? അപ്പൊ ഒരു കമ്പനി എന്ന് പറയുന്നത് അതില് ചിലപ്പോ എന്താണ് 100 150 സ്റ്റാഫുകൾ ഉണ്ടാവുക അല്ലെ? ചിലപ്പോ അതിൽ കൂടുതലായിരിക്കും. അവർക്ക് ഒന്നിച്ച് നമ്മൾ സാധനങ്ങൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഒരു HR കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ക്യാൻറ്റീൻ ഫെസിലിറ്റീസ് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുക. ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുമ്പോൾ ഒരു വണ്ടിയിൽ തന്നെ അല്ലെ 10 20 പേർക്ക് ഒന്നിച്ച് പോരാൻ പറ്റുന്ന വണ്ടികളൊക്കെ അവർക്ക് അറേഞ്ച് ചെയ്യാമോ? ഓരോ സെക്ഷനിൽ നിന്നും അനുസരിച്ച് അല്ലെ? ഒരാൾക്ക് ഒരു കാറ് കൊടുക്കുന്നതിലേ ഉചിതമല്ലേ അത്? കമ്പനിയിലെ ഒരു എംപ്ലോയീസിന് ഒരു കാർ പ്രൊവൈഡ് ചെയ്യുന്നതിലും കോസ്റ്റ് കുറയ്ക്കല്ലേ ചെയ്യുന്നത്? ഒന്നിച്ച് ഒരു ഏരിയയിലേക്ക് ഒരു വണ്ടി അറേഞ്ച് ചെയ്യുന്നത് അല്ലെ? ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എന്താണ് നമ്മുടെ HR കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ബിസിനസ് വായിക്കാട്ടോ. Some of the fringe benefits like the same gift to all ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ക്യാൻറ്റീൻ ഫെസിലിറ്റീസ് അല്ലെ? ചില ഫ്രഞ്ച് ബെനിഫിറ്റ്സ് നമുക്ക് ഗിഫ്റ്റ് തരാം അല്ലെ? എന്തെങ്കിലും ഒക്കേഷൻസ് ഒക്കെ വരുമ്പോൾ അല്ലെ? വരുമ്പോൾ നമുക്ക് ഗിഫ്റ്റ് തരാം. അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ അറിയാം, നമ്മുടെ കമ്പനിയിലേക്കുള്ള ഗതാഗതം ഒരുക്കുക. അതല്ലെങ്കിൽ നമുക്ക് ക്യാൻറ്റീൻ ഫുഡ് തരാം അല്ലെ? കമ്പനിയിലേക്ക് എംപ്ലോയീസിന് വേണ്ട ഫുഡുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്തൊക്കെ are distributed collectively to all the employees. The volume of the materials or services involved in these benefits could significantly reduce the cost because of factoring these products or services in bulk. എന്താണ് നമ്മ ഇത് ഡിസ്ട്രിക്ട് കളക്റ്റീവായിട്ട് ഓരോ എംപ്ലോയീസിനും കളക്റ്റീവായിട്ട് കൊടുക്കുന്നതിന് പകരം നമുക്ക് ഇത് ഒന്നിച്ചാണ് അല്ലെ? ഈ ഒരു സർവീസ് അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്ട്സ് നമ്മൾ ഒന്നിച്ചാണ് വാങ്ങി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിന്റെ ആ ഒരു കോസ്റ്റ് കുറയ്ക്കാനായി സാധിക്കുന്നു. ഓക്കെ അല്ലേ? ഇതിന്റെ നമുക്ക് ആ ഒരു കൊടുക്കുന്ന ഒരു മെറ്റീരിയൽ ആവാം, അതല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ആവാം, അല്ലെങ്കിൽ അതിന് വേണ്ട ട്രാൻസ്പോർട്ടേഷൻ ആവാം, അല്ലെങ്കിൽ ക്യാൻറ്റീൻ ഫെസിലിറ്റി ആണെങ്കിൽ അതിനുപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് ആവാം അല്ലെ? അപ്പൊ നമ്മൾ അത് ഒരുമിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് അത് കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു കോസ്റ്റ് ചിലവ് കുറയ്ക്കാനായി സാധിക്കുന്നു. ഓക്കെയാണോ? ഓക്കെ. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അപ്പൊ 7 ഉണ്ട്. എന്താണ് ഫസ്റ്റ് വരുന്നത്? ടാലന്റഡ് ജോബ് സീക്കേഴ്സിനെ നമുക്ക് ആകർഷിക്കാൻ സാധിക്കുന്നു. എംപ്ലോയീസിനെ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് മോട്ടിവേഷൻ നൽകാൻ സാധിക്കുന്നു. എന്താണ് ഇത്? എംപ്ലോയീസിന് കൊടുക്കുന്ന നോൺ ടാക്സബിൾ ആയിട്ടുള്ള അല്ലെ? ടാക്സ് വേണ്ട അടുത്ത ഒരു ബെനിഫിറ്റ്സ് ആണ്. പിന്നെ എന്താണ്? നമ്മുടെ ലേബേഴ്സും മാനേജ്മെന്റും തമ്മിലുള്ള ഒരു റിലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ എന്താണ്? എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു ഇന്റിമസി രൂപപ്പെടാനായിട്ട് സാധിക്കുന്നു അല്ലെ? ആറാമത്തെ പറയുന്നത് എന്താണ്? നമ്മുടെ ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ആശങ്കകൾക്ക് ആ ഒരു മാനേജ്മെന്റ് എന്താണ്? ഒരു ബോധേഡാണ് അല്ലെ? അവരതിൽ ആകുലരാണ്, കണക്കിലെടുക്കുന്നുണ്ട് എന്ന് അവർക്ക് ഉറപ്പ് നൽകാനായി സാധിക്കുന്നു. കൂടാതെ നമ്മുടെ HR കോസ്റ്റ് കുറയ്ക്കാനായും സാധിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ്. ഓക്കെ, disbursement of fringe benefits should be based on following principles അല്ലെ? ഈ നമ്മുടെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകൾ വിതരണം ചെയ്യുന്നത് താഴെ കൊടുത്തിട്ടുള്ള തത്വങ്ങളെ പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമാക്കിയാണ്. ഫസ്റ്റ് വൺ, fringe benefits must be truly beneficial to the employees. ആണോ?
ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകള് ശരിക്കും എംപ്ലോയീസിന് പ്രയോജനകരമായിട്ടുള്ള ബെനിഫിറ്റ്സ് ആണോ? ആണല്ലേ? ആണ്. പിന്നെ നെക്സ്റ്റ് നോക്കിയത് എംപ്ലോയീസ് ഡു നോട്ട് അപ്രീഷിയേറ്റ് സൂപ്പർഫിഷ്യൽ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് അല്ലെ? എന്നാണ് നമ്മുടെ എംപ്ലോയീസ് സൂപ്പർഫിഷ്യൽ ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം? സൂപ്പർഫിഷ്യൽ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ ജീവനക്കാർക്ക് വാഗ്ദാനം ചെയ്യുന്ന ചില ആനുകൂല്യങ്ങളാണ്. പക്ഷെ നമുക്കത് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് അത് ആകർഷകമായി തോന്നാമെങ്കിലും നമ്മൾ കാര്യക്ഷമമായി മൂല്യനിർണ്ണയം നടത്തുമ്പോൾ നമുക്ക് എന്താണ് യഥാർത്ഥത്തില് പ്രയോജനകരമല്ലാത്ത ബെനിഫിറ്റ്സുകളാണ്. അങ്ങനെയുള്ള ബെനിഫിറ്റ്സുകളെയാണ് സൂപ്പർഫിഷ്യൽ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒക്കേഷണലി കിട്ടുന്ന ഓവർ ടൈമിങ്, ഒക്കേഷണലി വല്ലപ്പോഴും ഒരു മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ 2 തവണ കിട്ടുന്ന ആ ഒരു ഓവർ ടൈം കൊണ്ട് നമുക്ക് വല്ല കാര്യമുണ്ടോ? ശരിക്കും നമുക്ക് അത് ബെനിഫിറ്റ്സ് ആണോ? ശരിക്കും ബെനിഫിറ്റ്സ് ആണോ? അല്ല അല്ലെ? നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതൊരു ബെനിഫിറ്റ്സ് ആണ് അല്ലെ? ജിം മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോ പെട്ടെന്ന് കേൾക്കുമ്പോ നമുക്ക് എന്താണ് നല്ല അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. പക്ഷെ അത് ശരിക്കും ആവശ്യമുള്ള കാര്യമാണോ? അല്ല അല്ലെ? ജിമ്മിൽ പോകുന്നവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോയി ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്കാണെങ്കിൽ ഓക്കെ. അതല്ലെങ്കിൽ നമുക്ക് ജിമ്മിനുള്ള ആ ഒരു മെമ്പർഷിപ്പ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ വീടിന്റെ അടുത്ത് നമുക്ക് ഒരുപാട് ലോങ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കത് അക്സെപ്റ്റബിൾ ആണോ? പോവാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ബെനിഫിറ്റ്സുകൾ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നമുക്ക് തോന്നാണ് അതൊരു ആകർഷകമായി തോന്നാം, അത് നല്ലൊരു ബെനിഫിറ്റ്സ് ആണ്. പക്ഷെ എന്താണ് നമ്മൾ കൂടുതലായിട്ട് അത് അസസ് ചെയ്യുമ്പോൾ എന്താണ് ഒരു യഥാർത്ഥത്തില് പ്രയോജനകരമല്ല എന്ന് തോന്നുന്ന ബെനിഫിറ്റ്സുകളാണ് സൂപ്പർഫിഷ്യൽ ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകൾ. അപ്പൊ അങ്ങനെയുള്ള സൂപ്പർഫിഷ്യൽ ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകൾ എന്താണ് നമ്മുടെ എംപ്ലോയീസ് അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല അല്ലെ? അഭിനന്ദിക്കുന്നില്ല. ഓക്കെ ആണോ അത്? നെക്സ്റ്റ് പറയുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് മസ്റ്റ് ബി പ്രൊവൈഡഡ് ഔട്ട് ഓഫ് സിൻസിയർ കൺസേൺ ഫോർ ദി വെൽഫെയർ ഓഫ് എംപ്ലോയീസ് അല്ലെ? എന്താണ് ജീവനക്കാരുടെ വെൽഫെയറിൽ അല്ലെ, ക്ഷേമത്തില് ആത്മാർത്ഥമായ ഉത്കണ്ഠ മുൻനിർത്തി ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആനുകൂല്യങ്ങൾ നൽകണം അല്ലെ? ഇപ്പൊ നമുക്ക് പറഞ്ഞ പോലെ സൂപ്പർഫിഷ്യൽ ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകളാണോ കൊടുക്കേണ്ടത് അവർക്ക്? എംപ്ലോയീസിന്റെ വെൽഫെയറിന് അല്ലെ, ക്ഷേമത്തിന് പ്രാധാന്യം നൽകിയിട്ട് അതിന് വേണ്ടുന്ന ബെനിഫിറ്റ്സുകളല്ലേ കൊടുക്കേണ്ടത് അല്ലെ? എന്താണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് മസ്റ്റ് ബി പ്രൊവൈഡഡ് അല്ലെ? എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഔട്ട് ഓഫ് സിൻസിയർ കൺസേൺ ഫോർ ദ വെൽഫെയർ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് അല്ലെ, അതിന്റെ ആത്മാർത്ഥത മുൻനിർത്തിക്കൊണ്ടായിരിക്കണം ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകൾ അവർക്ക് നൽകുന്നത്. The management should not experience any pressure. ആ ഒരു ബെനിഫിറ്റ്സുകൾ നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്നത് കൊണ്ട് മാനേജ്മെന്റിന് എന്തെങ്കിലും പ്രഷർ അനുഭവിക്കാൻ പാടുണ്ടോ? എക്സ്പീരിയൻസ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല അല്ലെ? എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന ബെനിഫിറ്റ്സുകൾ ഞങ്ങൾക്ക് നൽകണം എന്ന് പറഞ്ഞ് ഒരുപാട് പ്രഷർ കൊടുക്കാൻ പാടുണ്ടോ? നമുക്ക് തരുന്ന എക്സ്ട്രാ അഡീഷണൽ സപ്പോർട്ടാണ് അല്ലെ ആ ഒരു കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടുന്ന എക്സ്ട്രാ ഒരു സപ്പോർട്ട് അല്ലേ ബെനിഫിറ്റ്സുകൾ? എന്താണ്? The management should not experience any pressure, nor should they adopt a sense of superiority because their position of as on donors അല്ലെ? അതുപോലെ എന്താണ് എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് പ്രഷർ കൊടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഞാൻ ഈ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഞാനാണ് ഡോണർ, ഞാനാണ് ആ ബെനിഫിറ്റ്സുകൾ അവർക്ക് നൽകുന്നത് എന്നതുകൊണ്ട് അവർക്ക്
ഒരു സുപ്പീരിയോറിറ്റി കൊടുക്കാം സെൻസ് ഫീൽ ചെയ്യാൻ പാടുണ്ടോ? വലിയ സ്ഥാനം ഫീൽ ചെയ്യാൻ പാടുണ്ടോ? മാനേജ്മെന്റിന്റെ ഒരു കമ്പനിയുടെ ഭാഗത്ത് നിന്നാണ് അല്ലെ നമുക്ക് ബെനിഫിറ്റ്സ് തരുന്നത് അല്ലേ? എന്ന് വെച്ച് എംപ്ലോയീസിനെ അടിച്ചമർത്താൻ പാടുണ്ടോ? ഞാൻ ബെനിഫിറ്റ്സ് തരുന്നുണ്ട്, നിനക്ക് സാലറി തരുന്നുണ്ട്, എങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ രണ്ടുപേരും കൂടി എന്താണ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കണം അല്ലെ ഈ ബെനിഫിറ്റ്സുകൾ കൊടുക്കേണ്ടത് അല്ലെ? എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് പ്രഷറും കൊടുക്കാൻ പാടില്ല. എന്താണ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് ഈ ബെനിഫിറ്റ്സുകൾ ഞാനാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഞാനാണ് അവർക്ക് നൽകുന്നത് എന്നതിനെ കുറിച്ച് ഒരു സുപ്പീരിയോറിറ്റി ഫീൽ ചെയ്യാനും പാടില്ല. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് the benefits should be proportionate to the cost അല്ലെ? എന്താണ് കൊടുക്കുന്ന ആ ഒരു ബെനിഫിറ്റ്സുകള് ആ ഒരു കോസ്റ്റിനുള്ള മൂല്യം ഉണ്ടാവണോ? ആനുകൂല്യങ്ങൾ ചെലവിന് അനുപാതത്തിലായിരിക്കണം. നമുക്ക് ആ കൊടുക്കുന്ന ബെനിഫിറ്റ്സുകൾ മൂല്യമുള്ളതാവണം അല്ലെ? വെറുതെ എന്തെങ്കിലും ബെനിഫിറ്റ്സുകൾ കൊടുത്തത് കൊണ്ട് കാര്യമുണ്ടോ? എംപ്ലോയീസിന് നമുക്ക് കുറെ കോസ്റ്റ് പൈസ ചെലവാക്കി കുറെ ബെനിഫിറ്റ്സുകൾ കൊടുത്തത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. കൊടുക്കുന്ന നമ്മൾ ചെലവാക്കുന്ന പൈസക്കുള്ള ബെനിഫിറ്റ്സിനുള്ള ഒരു മൂല്യം ഉണ്ടാവണം അല്ലെ? വാല്യൂ ഉണ്ടാവണം. ഓക്കെ ആണോ? ഇതാണ് ആദ്യം പറയുന്നത്. എന്താണ് നമ്മ കൊടുക്കുന്ന ഇപ്പൊ നമ്മ ജിം മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു. ആ ഒരു ജിം മെമ്പർഷിപ്പിന് വേണ്ടി അവർ ഒരുപാട് പൈസ ഈടാക്കുന്നുണ്ട് അല്ലെ? പേയ്മെന്റ് കൊടുക്കുന്നില്ലേ HR-ന്റെ ഭാഗത്ത് നിന്ന്, ആ ഒരു കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് അല്ലെ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു മൂല്യം ഉണ്ടോ? യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ മൂല്യം ഉണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ് കൊടുക്കുന്ന ബെനിഫിറ്റ്സുകള് എന്താണ് ആ ഒരു കോസ്റ്റ് പ്രൊപ്പോർഷനായിട്ട് ഉപകാരപ്പെടണം. ഓക്കെ. എന്താണ് നമ്മുടെ കൊടുക്കുന്ന ആ ഒരു ബെനിഫിറ്റ്സുകൾ ആ ഒരു പോസ്റ്റിനുള്ള മൂല്യം ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ? നെക്സ്റ്റ്, administration of fringe benefits must be well planned and should be considered by everyone. അല്ലെ? ശരിയല്ലതാ? എല്ലാം വെൽ പ്ലാൻ ചെയ്തിരിക്കണം അല്ലെ? ഓരോ ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകളും കൊടുക്കുമ്പോൾ അവർ പ്ലാൻ ചെയ്യണം അല്ലെ? നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റുമോ അല്ലെ? നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റുമോ അല്ലെ? എന്താണ് എംപ്ലോയീസിന് ഉപകാരപ്രദമായിരിക്കും അല്ലെ? കൂടാതെ എന്താണ് ഷുഡ് ബി കൺസിഡേർഡ് ബൈ എവരിവൺ അല്ലെ? നമ്മ എല്ലാവരെയും കൂടി കൺസിഡർ ചെയ്യണം അല്ലെ? വേണ്ടേ? ഓരോ ബെനിഫിറ്റ്സുകളും കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ എന്താണ് ഉപകാരപ്രദമാകും. ഇപ്പൊ മിസ് വേറൊരു എക്സാമ്പിൾ പറയാം. പാർക്കിംഗ്. ഇപ്പൊ ചില കമ്പനിയില് പാർക്കിംഗ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്രദമാണോ? വണ്ടി ഉള്ളവർക്ക് അല്ലെ? കാറ് അല്ലെങ്കിൽ കാറുള്ളവർക്കൊക്കെ ഉപകാരപ്രദമായിരിക്കും. അതല്ല ബസ്സിനൊക്കെ വരുന്നവർക്ക് അത് ഉപകാരപ്രദമാണോ? പാർക്കിംഗ് ഫെസിലിറ്റി ഫ്രീ ആയി കൊടുക്കുന്നത് അല്ല അല്ലേ? എന്ന് വെച്ച് കൊടുക്കണ്ടെന്നല്ല, മിസ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ എന്താണ് ഷുഡ് ബി കൺസിഡേർഡ് ബൈ എവരിവൺ അല്ലെ? അപ്പൊ എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മ ബെനിഫിറ്റ്സുകൾ കൊടുക്കേണ്ടത്. ഓക്കെ ആണോ? Next, concern of employees should be respected as far as possible, and the negotiation capacity of the labor union should also be taken into consideration. എന്താണ് നമ്മുടെ എംപ്ലോയീസിന്റെ കൺസേണുകൾക്ക് അല്ലെ, ആശങ്കകൾക്ക് നമ്മൾ റെസ്പെക്ട് കൊടുക്കണം അല്ലെ? നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ സിറ്റുവേഷനിൽ അല്ലെ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന സിറ്റുവേഷനിൽ ചെലവ് കൂടുകയാണോ കുറയാണോ ചെയ്യുന്നത്? കൂടാണ് അല്ലെ? ഇൻക്രീസ് ചെയ്യാണ് അല്ലെ? ഓരോ മാസം എന്ന് പറയാം അല്ലെങ്കിൽ ഓരോ ദിവസം എന്ന് പറയാം അല്ലെ? സാധനങ്ങൾക്ക്
പൈസ കൂടി കൂടി വരികയാണ് അല്ലെ. അപ്പൊ എന്താണ് അവർക്ക് അതിൻ്റെതായ രീതിയിൽ ബെനിഫിറ്റ്സ് കൊടുക്കുക അല്ലെ. നമുക്ക് ഇന്നത്തെ ജീവിത നിലവാരം എക്കണോമിയിൽ സാമ്പത്തിക പ്രതിസന്ധിയെ മുൻനിർത്തിക്കൊണ്ട് വേണ്ടേ അവർക്ക് ബെനിഫിറ്റ്സ് കൊടുക്കാൻ ആണോ? അപ്പൊ എന്താ അതിൽ പറയുന്നത്? ഷുഡ് എംപ്ലോയീസിന്റെ ആശങ്കകൾക്ക് റെസ്പെക്ട് കൊടുക്കുക. അതായത് എംപ്ലോയീസിന്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കി അതിന് വേണ്ട ബെനിഫിറ്റ്സുകൾ നൽകുക. ആൻഡ് ദ നെഗോസിയേഷൻ കപ്പാസിറ്റി ഓഫ് ലേബർ യൂണിയൻ ഷുഡ് ഓൾസോ ബി ടേക്കൺ ഇൻ കൺസിഡറേഷൻ അല്ലെ. എന്താണ് നമ്മുടെ എംപ്ലോയീസിന്റെ അല്ലെ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ഓരോ കമ്പനീസിൽ എന്തുണ്ടാവും? ലേബേഴ്സ് യൂണിയൻസ് ഉണ്ടാവും അല്ലെ. ഉണ്ടാവും. ലേബേഴ്സ് യൂണിയൻ എന്താണ് പലതരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടാനുണ്ടാവും അല്ലെ. എംപ്ലോയീസിന്റെ ആവശ്യകതകൾ നിറവേറ്റാനുണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് ആ ഒരു ലേബേഴ്സ് യൂണിയൻസിന്റെ ചർച്ചാ കപ്പാസിറ്റി അല്ലെ, അവരുടെ ചർച്ചയുടെ ആ ഒരു ശേഷി എന്താണ് കൺസിഡർ ചെയ്യണം അല്ലെ. അപ്പൊ അവര് നമ്മുടെ ലേബേഴ്സ് യൂണിയൻ നമ്മുടെ എംപ്ലോയീസ് ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അല്ലെ. അപ്പൊ അതൊക്കെ കൂടി അതൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യണ്ടേ, അതിനൊക്കെ കുറച്ച് പ്രാധാന്യം കൊടുക്കണം അല്ലെ. അപ്പൊ എന്താണ് ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്ക് അവര് പറയുന്ന നമ്മുടെ എംപ്ലോയീസ് വെക്കുന്ന കാര്യങ്ങള് നമുക്ക് എന്താണ് കൺസിഡർ ചെയ്യാൻ പറ്റുമോ അല്ലെ, നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്നും കൂടി നോക്കണ്ടേ അവര് എംപ്ലോയി ബെനിഫിറ്റ്സുകൾ കൊടുക്കുമ്പോൾ. എന്താണ് അതിൽ പറയുന്നത്? എന്താണ് നമ്മുടെ എംപ്ലോയീസിന്റെ ആശങ്കകൾക്ക് റെസ്പെക്ട് കൊടുക്കുക. കൂടാതെ എന്താണ് നമ്മുടെ ലേബേഴ്സ് യൂണിയൻ പറയുന്ന അല്ലെ ലേബേഴ്സ് യൂണിയന്റെ നെഗോസിയേഷൻ അതായത് ചർച്ചാ കപ്പാസിറ്റി ചർച്ചാശേഷിക്ക് നമ്മൾ കൺസിഡറേഷൻ കൊടുക്കുക. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെടുത്ത് നെഗോസിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ, ചർച്ച ചെയ്തിരിക്കുന്നത്, അവരുടെ ആവശ്യകതകൾ നീഡ്സുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അതിനും കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് ബെനിഫിറ്റ്സുകൾ നൽകുക. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഷുഡ് ബി പോസിബിൾ to estimate the cost of benefits and adequate finance should be made available. എന്ത് ചെയ്യണം? It should be possible to estimate the cost of benefits. ആ ബെനിഫിറ്റ്സുകൾ കൊടുക്കാനായിട്ട് ആ ഒരു എംപ്ലോയീസിന്റെ ആനുകൂല്യങ്ങൾ കൊടുക്കാനായിട്ട് അവർക്ക് ചെലവുണ്ടോ? അതിനുള്ള ഫിനാൻസ് വേണ്ടി അവർക്ക് ഒരുപാട് എംപ്ലോയീസ് ബെനിഫിറ്റ്സുകൾ ഞങ്ങൾ തരാം, ഈ കമ്പനിയിൽ നിന്ന് ലഭ്യമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിനുള്ള ഒരു ഫിനാൻസ് വേണം അല്ലേ, വേണ്ടേ? അപ്പൊ എന്താണ് എംപ്ലോയീസിന്റെ ആനുകൂല്യങ്ങളുടെ കോസ്റ്റ് അവർ കണക്കാക്കണം അല്ലെ, എസ്റ്റിമേറ്റ് ചെയ്യണം, കണക്കാക്കാൻ കഴിയണം. എന്നിട്ട് മതിയായ ധനസഹായം അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള അഡീക്വേറ്റ് ആയിട്ടുള്ള ഫിനാൻസ് സപ്പോർട്ട് അവർക്ക് വേണം അല്ലെ, ലഭ്യമാക്കണം. ഒക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് the benefits must be as broad based as possible. That is, it should be applicable to as large a number of employees as possible. എന്താണ് ബെനിഫിറ്റ്സ് നമ്മൾ എന്ത് ഇതിലായിരിക്കണം കൊടുക്കേണ്ടത്? ബോർഡ് ബെനിഫിറ്റ്സ് കഴിയുന്നത്ര ബോർഡ് അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം അല്ലെ, ബോർഡ് ബേസ് ചെയ്തിട്ടായിരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ബോർഡില് നമ്മുടെ ബോർഡ് മെമ്പേഴ്സ് ആയിട്ട് നമ്മുടെ ബോർഡിൽ ഇരിക്കുന്നത് ആരായിരിക്കും? സുപ്പീരിയർ ആയിട്ടുള്ള ആളുകളായിരിക്കും അല്ലെ, എക്സ്പീരിയൻസ്ഡ് ഉള്ളവരായിരിക്കും അല്ലെ, ആണോ? എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും, സുപ്പീരിയർ ആയിരിക്കും അല്ലെ. അപ്പൊ അവർക്കറിയാലോ എന്താണ് വൈവിധ്യമായ കാഴ്ചപ്പാടുകളും സ്കില്ലുകളുള്ള ആളുകളായിരിക്കും അല്ലെ. അപ്പൊ അവർക്കറിയാം എന്തൊക്കെ ബെനിഫിറ്റ്സുകൾ നമ്മൾ എന്താണ് എംപ്ലോയീസിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് ഉപകാരപ്രദമായിരിക്കും അല്ലെ, ആണോ? അവർക്കത് ബെനിഫിറ്റ്സ് ആയിരിക്കുമെന്ന് അവർക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ബോർഡ് ബേസ് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് വിജയകരമായിട്ടുള്ള അല്ലെ, സക്സസ്ഫുൾ ആയിട്ടുള്ള ഡിസിഷനുകൾ എടുക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്താണ് ബോർഡ് ബേസ് ആയിട്ടുള്ള
തീരുമാനങ്ങൾ ആയിരിക്കണം എടുക്കേണ്ടത്. ഇതെന്താണ്? It should be applicable to as a large number of employees as possible. അല്ലെ? ഇതിന് ബെനിഫിറ്റ്സ് കൊടുക്കുന്നത് ഒരാൾക്കോ രണ്ടാൾക്കോ ആണോ? ഒരു എംപ്ലോയിക്കോ 2 എംപ്ലോയിക്കാണോ? അല്ല അല്ലെ, ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസുകൾക്കാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിയായ തീരുമാനങ്ങളായിരിക്കണം അല്ലെ എടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ബോർഡ് ബേസ് ആയിട്ടുള്ള അടിസ്ഥാനമാക്കിയായിരിക്കണം നമ്മൾ എന്തെടുക്കേണ്ടത്, തീരുമാനങ്ങൾ, ബെനിഫിറ്റ്സുകൾ തീരുമാനിക്കേണ്ടത്. ഓക്കെയാണോ? നെക്സ്റ്റ് വരുന്നത് employees should be well informed about using the benefits to maximum advantage. അല്ലെ? എന്താണ്, നമുക്ക് ആ ഒരു എംപ്ലോയിക്ക് അവർക്ക് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ച്, അതിന്റെ മാക്സിമം അഡ്വാൻറ്റേജിനെ കുറിച്ച് അല്ലെ അവർക്കൊരു അറിവ് വേണോ? നമുക്ക് കിട്ടിയിരിക്കുന്ന ബെനിഫിറ്റ്സുകള് നമുക്ക് എന്തൊക്കെ രീതിയിൽ ഉപയോഗിക്കാം അല്ലെ, അറിവ് വേണോ? അതല്ലാണ്ട് ഒരുപാട് ബെനിഫിറ്റ്സുകൾ ആ കമ്പനിയിൽ നിന്നുണ്ട് അല്ലെ എന്ന് പറഞ്ഞിട്ട് വെറുതെ കാര്യമുണ്ടോ? അത് എങ്ങനെ ഉപയോഗിക്കാം, നമുക്ക് അത് എപ്പോ അത് യൂസ് ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ച് അവർക്കൊരു അറിവ് വേണ്ടേ, ഇൻഫോർമേഷൻസ് വേണ്ടേ? അപ്പൊ എന്താണ്, എംപ്ലോയീസ് ഷുഡ് ബി വെൽ ഇൻഫോർമഡ് അബൌട്ട് യൂസിങ് ദ ബെനിഫിറ്റ്സ് മാക്സിമം അഡ്വാൻറ്റേജ് അല്ലെ. അത് ആ ഒരു ബെനിഫിറ്റ്സിന്റെ മാക്സിമം അഡ്വാൻറ്റേജോട് കൂടി ആ ഒരു ബെനിഫിറ്റ്സ് അവർക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് ആ ഒരു എംപ്ലോയിക്ക് ഇൻഫോർമേഷൻസ് അല്ലെ, വിവരങ്ങൾ നൽകുക. കൂടാതെ ഫോർ എക്സാമ്പിൾ അതൊക്കെ ഇഫ് ഇറ്റ് ഈസ് ഇൻ മോണിറ്ററി ഫോം, employees should be educated on how to invest wisely and how to use sensibly and not misuse away the money received അല്ലെ. എന്താണ്, നമ്മളത് മോണിറ്ററി ആയിട്ടാണ്, പണമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ആ എംപ്ലോയിക്ക് അറിയണം അല്ലെ നമുക്ക് അത് എവിടെ ശരിയായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെ, നമുക്ക് അവിടെ എങ്ങനെ കാര്യക്ഷമമായിട്ട് വിവേകത്തോടു കൂടി നമുക്ക് അത് യൂസ് ചെയ്യാം. നമ്മൾ സ്വീകരിച്ച നമുക്ക് ലഭിച്ച നമുക്ക് ആ ബെനിഫിറ്റ്സ് ആയി കിട്ടിയ ആ ഒരു റിസീവ് ചെയ്ത മണി നമുക്ക് മിസ്യൂസ് ചെയ്യാതെ എങ്ങനെ അത് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് അവർക്ക് ഒരു അറിവ് വേണ്ടേ? അതിനു വേണ്ടി അവരെ ബോധവൽക്കരിക്കണം. ഓക്കെ ആണോ? ഇപ്പോഴത്തെ 8 പ്രിൻസിപ്പൽസ് ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, പ്രിൻസിപ്പൾ ഒന്ന് വായിച്ചു നോക്കിയേ, പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കിയേ, എന്നിട്ട് മിസ്റ്റർ ടൈപ്സ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ് എടുക്കാം കേട്ടോ. വായിച്ചോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, നെക്സ്റ്റ് എടുത്തോട്ടെ. നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു ഫ്ലോ ചാർട്ട് ആണ് കേട്ടോ. ടൈപ്സ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ് എന്നുള്ളൊരു ഫ്ലോ ചാർട്ട് ആണ്. മിസ് അത് ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഓരോ കാര്യം
അവിടെ താഴെ സമ്മറി പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ മിസ് പറഞ്ഞുതരാം കേട്ടോ. ടൈപ്സ് ഓഫ് ഫ്രിഞ്ച് ബെനഫിറ്റ്സ്. നമ്മൾ 5 തരത്തിലാണ് ഫ്രിഞ്ച് ബെനഫിറ്റ്സുകളെ തിരിക്കുന്നത്. എന്താണ്? പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്ഡ് അല്ലെ, നമ്മ എന്താണ് വർക്ക് ചെയ്യാത്ത സമയത്ത് കിട്ടുന്ന പേയ്മെന്റുകൾ, പൈസ അല്ലെ. ആ ഒരു നമുക്ക് പെയ്ഡ് ഹോളിഡേയ്സ് ഒക്കെ കിട്ടാറില്ലേ? സൺഡേ ഒക്കെ നമുക്ക് ഓഫ് ആയിരിക്കും അല്ലെ. ഒരു കമ്പനിയിലെ സൺഡേ ഒക്കെ ഓഫ് ആയിരിക്കും, പക്ഷെ നമ്മുടെ സാലറി കട്ട് ചെയ്യുന്നുണ്ടോ? സാലറി കട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പെയ്ഡ് ഓഫ്. പിന്നെ ഷിഫ്റ്റ് പ്രീമിയം അല്ലെ, നമ്മൾ ടൈം ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ദിവസമൊക്കെ ലീവായിട്ട് വരാറുണ്ട് അല്ലെ, നൈറ്റും ഡേയും ഒക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്. അതല്ലെങ്കിൽ എന്താണ്, നമ്മ നൈറ്റ് ഡ്യൂട്ടി സെക്കൻഡ് ഷിഫ്റ്റും തേർഡ് ഷിഫ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഡേ ഡ്യൂട്ടിയേക്കാളും കൂടുതൽ അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സുകൾ കിട്ടാറുണ്ടോ? ചിലപ്പോ പേയ്മെന്റിൽ അല്ലെ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ്സ് കിട്ടാറില്ലേ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ എടുക്കുന്നവർക്ക്? അതാണ് ഷിഫ്റ്റ് പ്രീമിയം. സെക്കൻഡ് ഷിഫ്റ്റും തേർഡ് ഷിഫ്റ്റും എടുക്കുന്നവർക്കാണ് കേട്ടോ. പിന്നെ ഹോളിഡേസ്, നൈറ്റ് അലവൻസ് അല്ലെ, ഹോളിഡേസ് നമ്മൾ വർക്ക് ചെയ്തിരുന്നാല് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ ഷിഫ്റ്റ് പ്രീമിയം. പിന്നെ ഹോളിഡേ പേ അല്ലെ, എന്താണ് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ലീവ് തരണം എന്നുള്ളത് നിയമമാണ് അല്ലെ, മിക്ക കമ്പനികളും ഉള്ളതല്ലേ. ഫാക്ടറീസ് ആക്ട് 1948 അനുസരിച്ച് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തൊഴിലാളികൾക്ക് അവധി കൊടുക്കണം. അതെങ്ങനെയുള്ള അവധി ആയിരിക്കണം? പെയ്ഡ് ലീവ് ആയിരിക്കണം. ഓക്കെയാണോ? ഹോളിഡേ എന്നൊക്കെ മിക്കവാറും കമ്പനികളിൽ അതെന്നാ കിട്ടുന്നത്? സൺഡേ ആണ് അല്ലെ കിട്ടുന്നത്. മിക്ക കമ്പനിയിലും സൺഡേ ആണ്. ഫോറിൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ അത് ഫ്രൈഡേ ഒക്കെ ആയിരിക്കും, ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ ആയിരിക്കും അവിടെ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് പെയ്ഡ് വെക്കേഷൻ അല്ലെ. നമുക്കറിയാം നമ്മൊരു കമ്പനിയിൽ ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 20 ദിവസമോ അല്ലെങ്കിൽ 25 ദിവസമോ അല്ലെങ്കിൽ 15 ദിവസമോ ഒക്കെ അവധി തരാറുണ്ട് അല്ലെ. ഉണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ അതാണ് പെയ്ഡ് വെക്കേഷൻ. അപ്പൊ നമ്മ എന്താണ് പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്ഡ് അല്ലെ, നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിലും നമുക്ക് അതിനുള്ള പേയ്മെന്റ് കിട്ടുന്നുണ്ട്. അത് 4 ആയി തിരിക്കുന്നുണ്ട്. പെയ്ഡ് ഹോളിഡേസ്, ഷിഫ്റ്റ് പ്രീമിയം, ഹോളിഡേ പേ, പെയ്ഡ് വെക്കേഷൻ. നെക്സ്റ്റ് എംപ്ലോയി സെക്യൂരിറ്റി അല്ലെ. എന്താണ് ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നതിന് അവർക്കൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യണം അല്ലെ. എന്തേ? അതിനുള്ളതാണ് എംപ്ലോയി സെക്യൂരിറ്റി. അതിൽ 2 എണ്ണം വരുന്നുണ്ട്. റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷനും ലേ ഓഫ് കോമ്പൻസേഷനും. അതെന്താണെന്ന് മിസ് പറഞ്ഞുതരാം കേട്ടോ, പഠിക്കാനുണ്ട് കേട്ടോ, പറഞ്ഞുതരാം. നെക്സ്റ്റ് പറയുന്നത് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊവിഷൻസ്. 3ാമത്തെ ടൈപ്സ് ബെനിഫിറ്റ്സ് ആണ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊവിഷൻസ്. 4ാമത്തത് വെൽഫെയർ ആൻഡ് റീക്രിയേഷണൽ ഫെസിലിറ്റീസ് കേട്ടോ. അതിൽ ഒരുപാടുണ്ട്. ഹൗസിംഗ് വരുന്നുണ്ട്, ക്യാൻറ്റീൻസ് വരുന്നുണ്ട്, കൺസ്യൂമർ സൊസൈറ്റീസ് വരുന്നുണ്ട്, ക്രെഡിറ്റ് സൊസൈറ്റീസ് വരുന്നുണ്ട്, എംപ്ലോയി കൗൺസിലിംഗ് വരുന്നുണ്ട്, എംപ്ലോയീസിന് ലീഗൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്, എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് അല്ലെ. ചില കമ്പനികളിലെ മക്കൾക്കൊക്കെ എഡ്യൂക്കേഷനുള്ള പൈസ കൊടുക്കുന്നില്ലേ, ബെനിഫിറ്റ്സ്. അവർ എഡ്യൂക്കേഷന്റെ ഫീ ഒക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷണൽ ഫെസിലിറ്റീസ് ഉണ്ട്, വെൽഫെയർ സെക്ഷൻസ് ഉണ്ട്, ഹോളിഡേ ഹോംസ് ഉണ്ട്, പിക്നിക്സ് ആൻഡ് പാർട്ടീസ് ഉണ്ട്, മിസ്ഹേനിയസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെയാണ്, അതൊക്കെ ഓരോന്നും നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ മിസ് എടുക്കാം, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോയത് കേട്ടോ. നെക്സ്റ്റ് ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് അല്ലെ. നമുക്കറിയാം ആ സമയത്ത് എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് അല്ലെ, PF കിട്ടുന്നുണ്ട്, ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് കിട്ടുന്നുണ്ട്, ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ട്, മെഡിക്കൽ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്, പെൻഷൻ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട് അല്ലെ. അതൊക്കെ എപ്പോഴാണ്? റിട്ടയർമെന്റിന് ശേഷം അല്ലെങ്കിൽ ഓൾഡ് ഏജിലൊക്കെ ആയിരിക്കും അല്ലെ കിട്ടുന്നത്. അതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. നെക്സ്റ്റ് പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്ഡ് അല്ലെ. ദിസ് കാറ്റഗറി includes the following. ആ കാറ്റഗറിയിൽ പെടുന്ന കാര്യങ്ങളാണ് താഴെ കൊടുക്കുന്നത്. ഹോളിഡേ പേസ് അല്ലെ. എന്താണ്? വർക്കേഴ്സ് who have worked on paid holidays are paid double the rate of normal salary അല്ലെ. നമ്മ എന്താണ് ഹോളിഡേ നമ്മ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഡബിൾ ആയിട്ട് ചാർജ് കിട്ടും അല്ലെ. നമ്മുടെ നോർമൽ സാലറിന് ഡബിൾ കിട്ടിയില്ലേ ആ ഒരു ദിവസം
ദിവസം? നമ്മ സൺഡേ. അതല്ലെങ്കിൽ എന്താണ് നമുക്ക് സീസൺ എന്തെങ്കിലും സെലിബ്രേഷൻസ് ഉള്ള ദിവസമല്ലേ, ക്രിസ്മസ് സെലിബ്രേഷൻ. ആ ക്രിസ്മസ് ഒക്കെ വരുന്ന സമയത്തൊക്കെ എന്താണ് ചില കമ്പനി ഓഫ് ആയിരിക്കും അല്ലേ? ആ ദിവസമൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാലോ, ആ ദിവസമൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ സാലറി കിട്ടില്ലേ? അതാണ് ഹോളിഡേ പേ. ഓക്കെ ആണോ? ശമ്പളത്തോട് കൂടിയ പെയ്ഡ് ദിവസങ്ങളിൽ. പക്ഷെ നമുക്ക് ആ ദിവസം ശമ്പളമുണ്ട്. സൺഡേ നമുക്ക് ശരിക്കും ശമ്പളം ഇല്ലേ? അല്ലേ? അത് മന്ത്ലി ബേസിക് പേ ആ ഒരു സൺഡേയും കൂടി ഉൾപ്പെടുത്തിയാണല്ലേ പറയുന്നത്. പക്ഷെ ആ ദിവസം നമുക്ക് ഓഫാണ് അല്ലേ? ആ ദിവസം നമുക്ക് ഡ്യൂട്ടി ഇല്ല. പക്ഷെ ആ ദിവസം നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡബിൾ സാലറി കിട്ടും അല്ലെ? നോർമൽ സാലറിയിലും കൂടുതൽ കിട്ടും. അതാണ് ഹോളിഡേ പേ. ഓക്കെ ആണോ? നെക്സ്റ്റ്, paid holidays. The Factory Act 1948, the Factory Act 1948 അനുസരിച്ച് specifies that an adult worker shall have a weekly paid holiday, most probably on Sunday. അല്ലേ? എന്താണ്? പ്രായപൂർത്തിയായിട്ടുള്ള ഒരു തൊഴിലാളിക്ക് അല്ലെ, അഡൽട്ട് തൊഴിലാളികൾക്ക് എന്താണ് വീക്കിലി ആഴ്ചയിൽ ഒരു ദിവസം ശമ്പളത്തോട് കൂടിയുള്ള അവധി കൊടുക്കണം അല്ലെ? ഹോളിഡേ കൊടുക്കണം. മോസ്റ്റ് പ്രോബബ്ലി ഓൺ സൺഡേ അല്ലെ? കൂടുതലും ഇത് എന്നാണ് കൊടുക്കേണ്ടത്? സൺഡേ ആയിരിക്കണം അല്ലെ? എ വർക്കർ ഹു ഈസ് ഡിപ്രൈവ്ഡ് ഓഫ് വീക്ക്ലി ഹോളിഡേസ് ഈസ് എലിജിബിൾ ഫോർ ദ നമ്പർ ഓഫ് ഡേയ്സ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഹോളിഡേസ് ഈസ് ഡിപ്രൈവ്ഡ് ഓഫ് ഇൻ ദ സെയിം ഓർഗനൈസേഷൻ ഡ്യൂ ടു പെയ്ഡ് ഹോളിഡേസ് ഇൻ എ വീക്ക്. അതായത് ആ ഒരു ഇപ്പൊ നമുക്ക് ആഴ്ചയില് മന്ത്ലി 4 ഹോളിഡേ ആണ് അല്ലെ വരുന്നത് സൺഡേ അനുസരിച്ച് അല്ലെ? ആഴ്ചയില് സൺഡേ ആണ് ആ ഒരു കമ്പനിയിലെ ലീവ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് 4 സൺഡേ വർക്കിംഗ് ഹോളിഡേ വരുന്നുണ്ട് അല്ലെ? അവർക്ക് ആ ഒരു സൺഡേ എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് എങ്ങനെ എടുക്കാം? ആ ഒരു മാസത്തില് ഏതെങ്കിലും ഒരു 4 ദിവസം അവർക്ക് ലീവ് എടുക്കാം. ഓക്കെ ആണോ? അപ്പൊ അവർക്ക് 2 സൺഡേ എടുക്കാൻ സാധിച്ചില്ല, അവന്റെ വർക്ക് കൂടുതലായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ കൊണ്ട് അവർക്ക് ആ ഒരു സൺഡേ ലീവ് എടുക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? ആ ഒരു മാസത്തില് ആ ഒരു 2 ദിവസം അവർക്ക് വേറെ ഏതെങ്കിലും ദിവസം എടുക്കാം. ചില ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? വീക്കിലി ഒരു ദിവസം ഉള്ളത് 2 ദിവസം പെയ്ഡ് ഹോളിഡേസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ്, ഷിഫ്റ്റ് പ്രീമിയം. നോക്കിയേ, ഓർഗനൈസേഷൻ വർക്കിംഗ് ഇൻ ദ സെക്കൻഡ് ആൻഡ് തേർഡ് ഷിഫ്റ്റ് അല്ലെ? എന്താണ് ഓർഗനൈസേഷനിൽ എംപ്ലോയി സെക്കൻഡ് ആൻഡ് തേർഡ് ഷിഫ്റ്റിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ compensate by paying a premium to the workers who have worked for the odd hours shift അല്ലെ? odd hours shift എന്ന് പറയുന്നത് എന്താണ്? generally refers to work schedule that outside of typical daytime working hours, often including evening, night, weekends or holidays. നമ്മൾ എന്താണ് വീക്കെൻഡിലോ അതല്ലെങ്കിൽ ഹോളിഡേസിലോ അതല്ലെങ്കിൽ നൈറ്റോ ഈവനിങ്ങിലോ നമ്മൾ ജോലി ചെയ്യുന്നതിനെയാണ് ഓഡ് അവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി ഓഡ് അവേഴ്സിൽ അതായത് സെക്കൻഡ് ഷിഫ്റ്റിലോ അല്ലെങ്കിൽ തേർഡ് ഷിഫ്റ്റിലോ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും സാധാരണ തരുന്നതിലും എന്തെങ്കിലും ഒരു വ്യത്യാസങ്ങൾ അല്ലെ? ഒരു സാലറിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കൊടുക്കുന്നുണ്ട്, പ്രീമിയം നൽകുന്നുണ്ട്. ഓക്കെയാണോ? ചിലപ്പോൾ അത് ഡബിൾ ആയിരിക്കാം. ഓക്കെയാണോ? ചിലപ്പോ അത് ഡബിൾ ആയിട്ട് സാധാരണ വർക്ക് ചെയ്യുന്നതിലും ഡബിൾ ചാർജ് ചിലപ്പോൾ കുറച്ച് പെർസെന്റേജ് ആയിരിക്കാം ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അത് ഓരോ കമ്പനി അനുസരിച്ചാണ് കേട്ടോ അത് അവർ നൽകുന്നത്. നെക്സ്റ്റ്, പെയ്ഡ് വെക്കേഷൻ അല്ലെ? വർക്കേഴ്സ് who have worked for 240 days in a calendar year അല്ലെ? calendar year എങ്ങനെയാണ്? 240 days ആണ് അല്ലെ? in the mining, manufacturing and plantation sectors are entitled for paid vacation at the rate of 1 day for every 20 days worked അല്ലെ? എന്താണ് worked കേട്ടോ? എന്താണ് നമ്മുടെ മൈനിങ്ങിൽ ഖനനം
നടത്തുന്ന സ്ഥലത്ത്, മാനുഫാക്ചറിംഗ് നിർമ്മാണം നടത്തുന്ന കമ്പനികളിലെ പ്ലാന്റേഷനിൽ അല്ലെ, പ്രിവിലേജ് ലീവ്. ഓക്കെ, മാനുഫാക്ചറിങ് പ്ലാന്റേഷൻ സെക്ടേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ പെയ്ഡ് വെക്കേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാല് 20 ദിവസത്തിന് 1 ദിവസം അവധി എന്ന രീതിയിലാണ്. ഇങ്ങനെയാണ് 20 ഡേയ്സിന് മൈനിങ്, മാനുഫാക്ചറിങ്, പ്ലാന്റേഷൻ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് 20 ദിവസത്തില് 1 ദിവസം ലീവ്. നെക്സ്റ്റ് പറയുന്നത് ഇൻ കേസ് അഡൾട്ട് വർക്കേഴ്സ്, അഡൾട്ട് വർക്കേഴ്സിനാണ് 20 ദിവസത്തില് 1 ദിവസം. And at the rate of 1 day for every 15 days worked in case of minor. അവര് മൈനേഴ്സ് അല്ലെങ്കിൽ അഡൽട്ട് ആണെങ്കിലാണ് 20 ദിവസത്തിൽ 1 ദിവസം. മൈനേഴ്സ് ആണ്, പ്രായപൂർത്തിയാകാത്തവരാണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? 15 ദിവസത്തില് 1 ദിവസം അവധി. ഓക്കെ ആണോ? ഇപ്പൊ നമ്മ ഗൾഫില് അല്ലെങ്കിൽ ചില കമ്പനിയിലൊക്കെ നമുക്ക് അങ്ങനെ തരാറുണ്ടോ? 20 ദിവസത്തില് 1 ദിവസം ലീവ് എന്ന് പറഞ്ഞാണോ തരുന്നത്? നമുക്ക് ഒന്നിച്ച് തരും അല്ലേ, 1 വർഷത്തേക്ക് അല്ലേ? 1 വർഷത്തില് 1 മാസം ലീവ്, അങ്ങനെയല്ലേ ഗൾഫിലെ പുറം രാജ്യങ്ങളിലൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് നാട്ടില് വരാം അല്ലെ, ആ ഒരു വെക്കേഷൻ ടൈമില് അവർക്ക് നാട്ടില് വരാം അല്ലേ? ഓക്കെ ആണോ? നമുക്കത് വേണമെങ്കിൽ ആ 1 വർഷത്തില് ഒന്നിച്ചെടുക്കാം അല്ലെ, ആ 1 വർഷത്തില് ഒന്നിച്ച് വേണമെങ്കിൽ എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഒരു 6 മാസം കൂടുമ്പോൾ നമ്മുടെ ലീവ് എടുക്കാം അല്ലെ, 2 ഇതായിട്ട് ലീവ് വേണമെങ്കിലും എടുക്കാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ മക്കളെ? എടുത്ത ഭാഗം ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് അപ്പൊ നമ്മുടെ പെയ്ഡ് ഫോർ പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്കഡില് 4 പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് കാറ്റഗറി പറഞ്ഞത് ഏതാണ്? എംപ്ലോയീസ് സെക്യൂരിറ്റി അല്ലെ. A feeling of any type of insecurity disturbs peace of mind and satisfaction of any individuals അല്ലെ. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഡിസ്റ്റർബൻസ് അല്ലെ, അരക്ഷിതാവസ്ഥയുടെ തോന്നല് എന്താണ്? നമ്മുടെ മനസ്സമാധാനത്തെ നഷ്ടപ്പെടുന്നു അല്ലെ, പീസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെടുത്തുന്നുണ്ടോ? ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ? തടസ്സപ്പെടുത്തുകയും അല്ലെ, നമ്മുടെ മനസ്സമാധാനത്തെയും നമ്മുടെ സാറ്റിസ്ഫാക്ഷനെയും തടസ്സപ്പെടുത്തുന്നുണ്ട് അല്ലെ. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു അരക്ഷിതാവസ്ഥ അല്ലെ. അപ്പൊ നമുക്ക് ശരിക്കും വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ അതെന്താണ്? ഒരു അരക്ഷിതാവസ്ഥ, ഇൻസെക്യൂരിറ്റി ഡിസ്റ്റർബൻസ് നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ നമുക്ക് അതെന്താണ്? നമ്മുടെ മനസ്സമാധാനത്തെയും നമ്മുടെ തൃപ്തിയിലെ സാറ്റിസ്ഫാക്ഷനെയും തടസ്സപ്പെടുത്തുന്നു. It is therefore in the interest of any organization to ensure security for its employees and their family. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഏതൊരു ഓർഗനൈസേഷന്റെയും താല്പര്യം അതിന്റെ ജീവനക്കാർക്കും അവരുടെ കുടുംബത്തിനും സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് അല്ലെ. ബോത്ത് ഫിസിക്കൽ ആൻഡ് ജോബ് സെക്യൂരിറ്റി, 2 രീതിയിലും ആണോ? It is therefore in the interest of any organization to ensure security for its employees and their family, both physical and job security അല്ലെ. അവരുടെ തൊഴിലാളികൾക്കും അവരുടെ ഫാമിലീസിനും 2 രീതിയിലുള്ള സെക്യൂരിറ്റിയാണ് അവർക്ക് ഉറപ്പുകൊടുക്കുന്നത്. എന്താണ്? ഫിസിക്കൽ ആയിക്കോട്ടെ, ജോബ് സെക്യൂരിറ്റി അല്ലെ, ജോലി സുരക്ഷിതത്വവും ഫിസിക്കൽ സെക്യൂരിറ്റിയും. Fringe benefits provided to an employee with a confirmed job trigger a feeling of job security in an employees അല്ലെ. എന്താണ്? സ്ഥിരമായുള്ള ഒരു ജോലിയാണെങ്കിൽ, സ്ഥിരമായ ജോലിയുള്ള ജീവനക്കാരന് ശാരീരികവും തൊഴിൽ സുരക്ഷയും നൽകുന്നത് ഒരു ഫ്രിഞ്ച് ബെനഫിറ്റ്സിന്റെ എന്താണ്? തൊഴിൽ സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കുന്നു അല്ലെ. അങ്ങനെയല്ലേ? Fringe benefits provided
Employee with a confirmed job trigger a feeling a job security in an employee. അല്ലേ നമ്മുടെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എംപ്ലോയീസിന് ഒരു ജോബ് സെക്യൂരിറ്റീസ് അല്ലേ നൽകുന്നത്, അവര് അനുഭവിക്കുന്ന അല്ലേ ആണോ, അവര് അനുഭവിക്കുന്ന ആ ഒരു ഇൻസെക്യൂരിറ്റിക്ക് അല്ലെ, നമ്മ ആദ്യം തന്നെ പറഞ്ഞു എ ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി അല്ലെ, ആ ഒരു ഇൻസെക്യൂരിറ്റിക്ക് ഒരു ജോബ് സെക്യൂരിറ്റി ആണോ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് അവർക്ക് നൽകുന്നത്, ബെനിഫിറ്റ്സിലൂടെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സിലൂടെ ആണോ. ജോലി പോയാലും അല്ലേ ആ ഒരു കമ്പനിയിലെ ജോലി പോയാലും അവർക്ക് എന്ത് കിട്ടും, ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടും, അതൊരു സെക്യൂരിറ്റി ആണോ ആണോ അല്ലേ. അതല്ല നമ്മുടെ ജോലി അവിടുന്ന് ജോലിയും പോയി നമ്മ വെറും കയ്യാലെയാണ് ആ ഒരു കമ്പനിയിൽ നിന്ന് നമ്മ റിസൈൻ ഇടേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നമ്മ അവിടുന്ന് ജോലി ഉപേക്ഷിക്കേണ്ടി വരുന്നത് എന്ന് പറയുമ്പോൾ അതൊരു അരക്ഷിതാവസ്ഥയാണ് അല്ലേ. അതല്ല നമ്മുടെ കയ്യിൽ കുറച്ച് മണി പൈസ തന്നിട്ടാണ് അവിടെ നിന്ന് വിടുന്നതെങ്കിൽ നമുക്കൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യില്ലേ, മനസ്സിലായോ. Also, a confirmed job means the employees has a long-term source of income, which gives a feeling of secured life. അല്ലേ എന്താണ്, കൂടാതെ ഒരു കൺഫേം ആയിട്ടുള്ള നമുക്ക് ആ ജോലി കിട്ടുമെന്ന് കൺഫേം ആയിട്ടുള്ളതാണെങ്കിലോ സ്ഥിരീകരിച്ചതാണെങ്കിലോ ജോബ് മീൻസ് ദ എംപ്ലോയീസ് ഹാസ് എ ലോങ് ടേം സോഴ്സ് ഓഫ് ഇൻകം അല്ലെ, നമുക്ക് എന്താണ് ലോങ് ടേം ആയിട്ടുള്ള ഒരു ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അല്ലെ. ആ ജോലി ഉള്ളിടത്തോളം കാലം നമുക്ക് വരുമാനം കിട്ടോ, ആ ഒരു സാലറി കിട്ടോ, കിട്ടില്ലേ, കിട്ടല്ലേ. അപ്പൊ എന്താണ്, ഓൾസോ എ കൺഫേംഡ് ജോബ് മീൻസ് ദ എംപ്ലോയി ഹാസ് എ ലോങ് ടേം സോഴ്സ് ഓഫ് ഇൻകം. പിന്നെ അവർക്ക് അപ്പൊ ഇൻകം കിട്ടുമ്പോൾ നമുക്കൊരു സെക്യൂർഡ് ലൈഫ് ഫീൽ ചെയ്യാണ് അല്ലെ, സുരക്ഷിത അവസ്ഥ ഫീൽ ചെയ്യില്ലേ, സുരക്ഷിതാവസ്ഥ. ജോലി ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അല്ലെ. വർക്ക് ചെയ്യുന്നവർക്ക് ചെയ്തുകൊണ്ടിരുന്നവർക്ക് ജോലി പോയി കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഫീലിംഗ് തോന്നാറുണ്ടോ, തോന്നിയിട്ടുണ്ടോ, ഒരു അരക്ഷിതാവസ്ഥ അല്ലെ, ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യില്ലേ, എങ്ങനെയെങ്കിലും ഒരു ജോലിയിൽ കയറിയാൽ മതിയായിപ്പോ അല്ലേ ആണോ, ആണല്ലേ. അപ്പൊ എന്താണ്, നമുക്ക് കൺഫേം ആയിട്ടുള്ള അല്ലെ, നമുക്ക് ഉറപ്പായിട്ടുള്ള ഒരു ജോലിയാണെങ്കിൽ ആ ഒരു എംപ്ലോയീസിന് എന്താണ്, അവർക്ക് ലോങ് ടേം ഇൻകം കിട്ടാനുള്ള അല്ലെ, അവർക്ക് ദീർഘനാള് വരുമാനം കിട്ടാനുള്ള ഒരു ഉറവിടമാണ്. കൂടാതെ ആ ജോലി ലഭിക്കുന്നത് അവർക്ക് എന്താണ്, ഒരു സുരക്ഷിതാവസ്ഥ ഫീൽ അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ ആണോ. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ, അത് ഒന്നിച്ചങ്ങണ്ട് എടുക്കണം. അതല്ലെങ്കിൽ ലേ ഓഫ് കോമ്പൻസേഷൻ, റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻസ് അതൊക്കെയാണ് കേട്ടോ, അത് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇപ്പൊ മിസ് ഇപ്പൊ എടുത്തതൊന്ന് വായിച്ചു നോക്കിയേ, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഒന്ന് നോക്കിയേ. ബോറടിക്കുന്നുണ്ടോ, ബെനിഫിറ്റ്സ് പറഞ്ഞ് ബോറടിക്കുന്നുണ്ടോ, ഇല്ല അല്ലെ. നമ്മ അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് അല്ലെ, നമ്മ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലെ എല്ലാവരും അല്ലെ. ആരെങ്കിലും ഉണ്ടോ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കാത്തവർ, ആരെങ്കിലും ഉണ്ടോ ഈ ഒരു കൂട്ടത്തില് ഉണ്ടോ, ഇല്ല അല്ലെ. എല്ലാവരും സ്ഥിരമായിട്ട് ഒരു ജോലി വേണമെന്നുള്ളവരാണ് അല്ലെ, സാലറി കിട്ടണം അല്ലെ, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യണം അല്ലെ. നേഴ്സ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഇപ്പൊ അങ്ങനെയല്ലേ, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കണം അല്ലെ, ഹസ്ബൻഡിന്റെ അടുത്ത് കൈനീട്ടാതെ അല്ലെ. അപ്പൊ നമ്മ അറിഞ്ഞിരിക്കേണ്ടതാണ് അല്ലെ, ഒരു സ്ഥലത്ത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ബെനിഫിറ്റ്സുകളാണ് അല്ലെ, ആനുകൂല്യങ്ങളാണ്. ഓക്കെ ആണോ.
ഓക്കെ ആണോ മക്കളെ? എടുത്തത് ഓക്കെ ആണോ? വായിച്ചു നോക്കിയോ? അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. നെക്സ്റ്റ് ബാക്കി ക്ലാസ്സിൽ എടുക്കാം. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ മിസ്.